ഹായ് എവരിവൺ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇതെന്താണെന്ന് മനസ്സിലായി കാണുമല്ലോ, നമ്മുടെ റേഷൻ കടയിൽ നിന്ന് കിട്ടുന്ന ആട്ടയാണ് കേട്ടോ. ഇത് പലരും ഉപേക്ഷിച്ചേക്കുന്ന ഒന്നാണ് കേട്ടോ. എല്ലാവരുടെയും പരാതി ഇതാണ്, ഒരു ടേസ്റ്റിനൊരു കയ്പ്പ് ചവ ഉണ്ടാവും, സോഫ്റ്റ് അല്ല, ഹാർഡായിട്ടിരിക്കും എന്നൊക്കെ. പക്ഷേ ഒരു ചെറിയ ട്രിക്ക് ചെയ്യുവാണെങ്കിൽ നമുക്ക് ഈ ചപ്പാത്തി നന്നായിട്ട് സോഫ്റ്റാക്കി ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. അതിന് വേണ്ടിയിട്ട് ചെയ്യേണ്ടത്, നമുക്ക് ആവശ്യമുള്ള പൊടി എടുക്കുക, അത് ഒരു അരിപ്പയിലോട്ടിട്ട് നന്നായിട്ട് തെള്ളിയെടുക്കുക. അപ്പോൾ ഞാൻ എനിക്ക് ആവശ്യമായ പൊടി എടുത്തിട്ട് അത് തെള്ളിയെടുക്കാൻ പോവുകയാണ്. തെള്ളി എടുത്ത് കഴിഞ്ഞപ്പോൾ തരങ്ങുണ്ട്, ഇത്രയും തരങ്ങുണ്ട് അതിനകത്ത്. അതങ്ങ് മാറ്റിക്കഴിഞ്ഞാൽ തന്നെ നമ്മുടെ പൊടി സോഫ്റ്റ് ആയിക്കോളും കേട്ടോ കുഴച്ച് കഴിയുമ്പോൾ. ഇനി ഇതിലേക്ക് ചേർക്കേണ്ടത് കുറച്ച് മൈദാപ്പൊടിയാണ്. ഞാനൊരു 4 സ്പൂണോളം മൈദാപ്പൊടി ഇതിലോട്ട് ആഡ് ചെയ്യുകയാണ്. ഇനി നമ്മൾ സാധാരണ ചെയ്യുന്ന പോലെ തന്നെ ചൂടുവെള്ളത്തിൽ ഉപ്പ് കലർത്തിയിട്ട് അതിലേക്കിട്ട് നന്നായിട്ട് കുഴച്ചെടുക്കാം. ഇത് വെള്ളത്തിൻ്റെ കളർ വ്യത്യാസം വേറൊന്നുമല്ല കേട്ടോ, ഞാൻ കുടിക്കാൻ വേണ്ടി തിളപ്പിച്ച ജീരകവെള്ളമാണ് എടുത്തത്, അതുകൊണ്ടാണ് നിറവ്യത്യാസം. ജസ്റ്റ് ഒന്ന് മിക്സ് ആക്കിയതിന് ശേഷം നമുക്ക് ഈ വെള്ളം കൂടെ ഒഴിച്ച് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. ചൂടുവെള്ളത്തിൽ കുഴച്ചെടുക്കുന്നു എന്നുള്ളതല്ലാതെ വേറൊന്നും നമ്മളിതിനകത്ത് ചേർക്കുന്നില്ല. നമ്മൾ നന്നായിട്ടിത് കുഴച്ച് കുറച്ച് നേരത്തേന് ഇങ്ങനെ തന്നെ വെച്ചേക്കുക കേട്ടോ. അരമണിക്കൂറൊന്നും വെക്കേണ്ട, 10 മിനിറ്റ് വെച്ചാൽ മതി. ഇനി നമുക്കിതിനെ നമ്മുടെ ആവശ്യത്തിനനുസരിച്ചുള്ള മുഴുപ്പിൽ ഉരുട്ടിയെടുക്കാം. ഇനി ഉരുളകൾ തമ്മിൽ ഒട്ടാതിരിക്കാനായിട്ട് കുറച്ച് പൊടിയും കൂടെ അതിനകത്തേക്ക് തൂളി കൊടുക്കുക കേട്ടോ. നല്ല സോഫ്റ്റായിട്ടാണ് കേട്ടോ ഇരിക്കുന്നത്. ഇനി നമുക്കിത് പരത്തിയെടുക്കാം. നമ്മൾ എണ്ണ ഉപയോഗിച്ചല്ല കേട്ടോ പരത്തുന്നത്, നമ്മളിതിൻ്റെ പൊടിയിട്ടാണ് പരത്തിയെടുക്കുന്നത്. നമ്മൾ ഓരോന്നായിട്ട് പരത്തിയിട്ട് ഒരു പാത്രത്തിലേക്ക് ഇട്ട് വയ്ക്കുകയാണ്. പരസ്പരം ഒട്ടാതിരിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് പൊടി ഇങ്ങനെ തൂളി കൊടുത്താൽ മതി കേട്ടോ. ഇനി നമുക്ക് ദോശക്കല്ലിലോട്ടേക്ക് എണ്ണ തൂത്തിട്ട് അതിലേക്ക് ഇട്ട് കൊടുക്കാം. നമ്മൾ നെയ്യോ എണ്ണയോ ഒന്നും ഇതിൽ ചേർക്കണില്ല, ആ ദോശക്കല്ലിൽ തേക്കുന്ന എണ്ണ മാത്രമേ ഉള്ളൂ കേട്ടോ. മറ്റ് ഗോതമ്പ് പൊടികൾ കൊണ്ട് ഉണ്ടാക്കുന്നത് പോലെ തന്നെ, അല്ലെങ്കിൽ അതിലും നന്നായിട്ടാണ് കേട്ടോ ഇത് പൊള്ളി വരുന്നത്. നല്ല രീതിയിൽ പൊള്ളി വരികയും ചെയ്യും, നല്ല സോഫ്റ്റുമാണ് കേട്ടോ. ഇനി ഈ പൊടി ഉപേക്ഷിക്കേണ്ട കേട്ടോ, എല്ലാവരും വാങ്ങിച്ച് ഞാൻ ഈ പറഞ്ഞ പോലെ തന്നെ ഒന്ന് ഉണ്ടാക്കി നോക്കുക. പൂരി ഉണ്ടാക്കാനാണെങ്കിലും ഇതുപോലെ തന്നെ അങ്ങ് ചെയ്താൽ മതി കേട്ടോ. ഒന്ന് തെള്ളുക, കുറച്ച് മൈദയും കൂടെ അതിൻ്റെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തുക. അത്രയും ചെയ്യുകയാണെങ്കിൽ അടിപൊളിയായിട്ട് നമുക്ക് ചപ്പാത്തി ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. ഇത് ഞാൻ നിങ്ങളെ കാണിക്കുന്നത് ഒരു ചപ്പാത്തി തന്നെയല്ല കേട്ടോ, പലതാണ് കാണിക്കുന്നത്. പൊള്ളി വരുന്നത് കാണിക്കാൻ വേണ്ടി തന്നെയാണ് കേട്ടോ അങ്ങനെ കാണിക്കുന്നത്. ഇതൊക്കെ നന്നായിട്ട് നമ്മുടെ മറ്റു പൊടികൾ കൊണ്ട് ഉണ്ടാക്കുന്ന ചപ്പാത്തി പോലെ തന്നെ പൊങ്ങി വരുന്നതുണ്ടോ. നല്ല സോഫ്റ്റാണ് കേട്ടോ. ഒരു ചപ്പാത്തി എടുത്ത് ഞാൻ മുറിച്ച് കാണിച്ച് തരാം കേട്ടോ. അതിൻ്റെ ആ സോഫ്റ്റ്നെസ് എങ്ങനെയാണെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാനായിട്ട്. ലെയറായിട്ട് തന്നെ വന്നേക്കുന്ന ചപ്പാത്തി ഞാൻ എടുത്ത് കാണിച്ച് തരാം.
നമ്മുടെ വീഡിയോസൊക്കെ ഇഷ്ടമാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കണ്ട കേട്ടോ. ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഒന്നും മറക്കണ്ട. അപ്പോൾ ഞാനൊരു ചപ്പാത്തി എടുത്ത് വെച്ചിട്ടുണ്ട്. അത് ഞാൻ കീറി കാണിച്ചു തരാം കേട്ടോ. ഇത് കണ്ടോ, വളരെ സോഫ്റ്റായിട്ടാണ് കേട്ടോ ഈ ചപ്പാത്തി ഇരിക്കുന്നത്. ഞാൻ തലേ ദിവസം വെച്ച അയലക്കറിയും കൂട്ടിയാണ് കേട്ടോ കഴിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. പുതിയൊരു വീഡിയോയുടെ വീണ്ടും കാണാം. അതുവരേക്കും ടാറ്റ ബൈ ബൈ. ഓക്കെ, സീ യു.